സന്തോഷ് പണ്ഡിറ്റ് ക്രിയേറ്റീവ് ആയിട്ടാണ് വന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇത്രയും കാലം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം അശ്ലീല പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല. അദ്ദേഹം ഒരാളെയും മോശമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് അതിന് തെളിവ് തരാം. കാരണം വെച്ചാൽ ഞാൻ എത്രയോ ഇപ്പം നമ്മൾ 500-ൽ കൂടുതൽ ഇനോഗ്രേഷൻസ് നടത്തിയിട്ടുണ്ട്. എത്രയും അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഞാൻ പ്രഭാഷണത്തിന് പോകുന്ന വ്യക്തിയാണ്. അതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ മോശമാക്കിയോ ഏതെങ്കിലും ഒരു മതത്തെ മോശമാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് ഇയാൾ ഉപയോഗിച്ച പോലെ ഈ രീതി ഞാൻ എവിടെ ഉപയോഗിച്ചിട്ടില്ല. സന്തോഷ് പണ്ഡിറ്റ് ബുദ്ധിപൂർവം എന്താണോ പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ പുതുമയോടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് ഇയാൾക്ക് സമയം കിട്ടി എടുത്ത് നോക്ക്. ഞാൻ പറയുന്നത് നമ്മൾ ക്രിക്കറ്റ് നിരീക്ഷണം ആയിക്കോട്ടെ, പ്രണയ നിരീക്ഷണം ആയിക്കോട്ടെ, നാഷണൽ നിരീക്ഷണം ആയിക്കോട്ടെ, ഇന്റർനാഷണൽ നിരീക്ഷണം ആയിക്കോട്ടെ, വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജേർണലിസം അല്ലാത്ത ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് വിവരമില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റിനുള്ള ഏത് വിഷയങ്ങളായാലും സന്തോഷ് പണ്ഡിറ്റിന് ഓക്കെയാണ് ഒരു വശം. ഇനി അതല്ല, അദ്ദേഹത്തിന് വിവരമുണ്ടെങ്കിൽ അദ്ദേഹം പ്രൂവ് ചെയ്യണം. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന അതിന്റെ സേഫ്റ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, സേഫ് സൈഡ് മാറി നിന്ന് ഇദ്ദേഹം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് പ്രൂവ് ചെയ്യട്ടെ. ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ സമൂഹത്തിന് സന്തോഷ് പണ്ഡിറ്റ് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. അത്രയും എനിക്കറിയൂ. അതുകൊണ്ട് മാനസിക നിലയിൽ എനിക്ക് ഭയങ്കര മാനസിക നിലയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ണി ബാലകൃഷ്ണനേക്കാൾ നല്ല മാനസിക നില സന്തോഷ് പണ്ഡിറ്റിനുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇതേപോലെ ചൊറിഞ്ഞു വരരുത്. ലൈക്കും ഷെയറിനും വേണ്ടി പരിധി വിട്ട് തരം താഴരുത്. ചില ആൾക്കാർ അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ വഴിയെ പോകുന്ന അടി ഇറന്ന് മേടിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അവസ്ഥ. എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ സന്തോഷ് പണ്ഡിറ്റിനെ ഒരു റിപ്പോർട്ടർ, അതായത് റിപ്പോർട്ടർ ചാനലിലത്തെ ഉണ്ണി എന്ന് പറയുന്നത്, ഉണ്ണി ബാലചന്ദ്രനോ അങ്ങനെ എന്തോ പറയുന്ന ഒരാളാണ്. ആ ഒരു വ്യക്തി എന്താണ് ഈ ഒരു ചാനൽ ചർച്ചയിൽ, അതായത് റിപ്പോർട്ട് ചാനൽ തന്നെ ഒരു ചർച്ചയിൽ നിന്ന് ഒരു സന്തോഷ് പണ്ഡിറ്റിന് എന്തായി ഒരു മാനസിക രോഗി എന്നുള്ള ലെവലിലേക്കൊക്കെയാണ് സംസാരിച്ചത്. പക്ഷേ ആ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ ബോബി ചെമ്മണ്ണൂരിൻ്റെയും ഹണി റോസിൻ്റെ ഒക്കെ വിഷയമായിരുന്നു അതിൽ ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ വഴിയെ പോണ എന്താണ് അടി ഇറന്ന് പേടിച്ച മാതിരിയാണ് ഇപ്പോൾ ഉണ്ണിയുടെ ഒക്കെ ഒരവസ്ഥ. അപ്പോൾ ആ ചർച്ചയിൽ ഈ ബോച്ചനെ കുറിച്ചിട്ട്, അതായത് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞ് അത് വളഞ്ഞ് തിരിഞ്ഞിട്ട് എന്താണ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് പണ്ഡിറ്റ് വന്ന കാര്യങ്ങളും സന്തോഷ് പണ്ഡിറ്റ് സിനിമ എടുത്തതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഉണ്ണി എന്ന് പറയുന്ന ആളെന്താണ് ഈ ചർച്ചയിലൊക്കെ സംസാരിക്കുന്നത്. വളരെ മോശമായിട്ട് തന്നെയാണ് ഈ സന്തോഷ് പണ്ഡിറ്റിന് എന്താണ് ആ ഒരു ചർച്ചയിൽ സംസാരിച്ചത്. സമൂഹത്തിൽ ചില അപജയങ്ങളുണ്ടാകും. ആ അപജയങ്ങളെ ചൂഷണം ചെയ്ത് നേട്ടമുണ്ടാക്കുന്ന വ്യക്തികളും ഉണ്ടാകും. അങ്ങനെയുള്ളവരെ വളരെ നേരത്തെ തിരിച്ചറിയുന്നതിലാണ് ഒരു സമൂഹത്തിൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള സമൂഹത്തെയാണ് നമ്മൾ ബുദ്ധിയുള്ള സമൂഹം, പ്രബുദ്ധമായ സമൂഹം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആരാണ്? യഥാർത്ഥത്തിൽ ഇയാളൊരു സാധാരണ വ്യവസായി മാത്രമാണ്, അല്ലേ? ഒരു സ്വർണ്ണ വ്യാപാരിയാണ്, അയാൾക്ക് എസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ അയാളൊരു ഹോട്ടലിയറാണ്, അയാൾക്ക് തേയില കച്ചവടമുണ്ട്. ഈ രീതിയിലൊക്കെ വിവിധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാധാരണ വ്യവസായി മാത്രമാണ്. അയാളൊരു സക്സസ്ഫുൾ ബിസിനസ്മാനാണ്. അതിനകത്ത് അദ്ദേഹം നടത്തുന്ന സ്വർണ്ണക്കടയ്ക്ക് ഒരു പരസ്യം എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, പുതിയ മോഡലുകളൊന്നും വേണ്ട, ഞാൻ തന്നെ മതി, ഞാൻ മോഡലായിട്ട് ഞാൻ അങ്ങ് എടുക്കാം എന്ന് പറയും. ഈ രീതിയിൽ എന്തിനാന്നേ ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റൊരു മോഡൽ, ബോബി ചെമ്മണ്ണൂർ തന്നെ വലിയൊരു ഐക്കണായിരിക്കുന്ന രാമേന്ദ്രന് ശേഷം നമ്മൾ കണ്ട ജ്വല്ലറി മോഡലാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ബോബി ചെമ്മണ്ണൂർ മലയാളികളെ വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങ് മനസ്സിലാക്കണം. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ, അല്ല അങ്ങനെ ഒരു ഇത്രയും ഈ രീതിയിലുള്ള ആളാണ്. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അയാളൊരു ഒരു അസഭ്യമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് വളരെ പെട്ടെന്ന് മലയാളി തിരിച്ചറിഞ്ഞു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പിടികിട്ടിയിട്ടില്ല. അത് എന്ത് യോഗ്യതയാണ് ഈ ഒരു സന്തോഷ് പണ്ഡിറ്റിനെ ഒക്കെ കളിയാക്കാനും അല്ലെങ്കിൽ പരിഹസിക്കാനൊക്കെ ഈ വ്യക്തിക്ക് ഉള്ളത്? അല്ല, എന്താണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ എന്തോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ സഹായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഈ ഉണ്ണി എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഉണ്ണിയെ? നിങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കണില്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഓണാക്കി കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ബോബി ചെമ്മണ്ണൂരിൻ്റെയും മണി റോസിൻ്റെയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അത് ചർച്ച ചെയ്താൽ പോരെ? ഒരു പാവപ്പെട്ട മനുഷ്യന് എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്ന ആളെയൊക്കെ കുറിച്ചിട്ട് വെറുതെ ഈ ചാനലിൽ വന്നിട്ട് വളന്നിങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു പാവപ്പെട്ട മനുഷ്യന് ആ വ്യക്തി ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും അയാളെ പറയാൻ ഒരു യോഗ്യതയില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ പല കാര്യങ്ങളും പാവപ്പെട്ടവരെ ഒരുപാട് ആൾക്കാരൊക്കെ അയാൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ പറയണ്ടല്ലോ ഒറ്റക്ക് വഴിവെട്ടി വന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുതിയ നടന്മാർ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ സംസാരിക്കലുണ്ട്. ഒറ്റക്ക് വഴിവെട്ടി വന്നവനാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു എന്താണ് ആ ഒറ്റക്ക് വഴിവെട്ടി വന്നവനാണെന്ന് പറയുന്നത് ശരിക്കും സന്തോഷ് പണ്ഡിറ്റാണ് പറയേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ഒറ്റക്ക് വഴിവെട്ടി വന്നു തന്നെയാണ്. അയാൾ ഒരുപാട് ആൾക്കാർ പരിഹസിച്ചിരുന്നു, കളിയാക്കിയിരുന്നു അയാളൊരു സിനിമ എടുത്തതിനൊക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ, അതായത് അയാൾ എന്താണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളെ കളിയാക്കാനും
പറയാനോ അല്ലെ ചീത്ത പറയാനോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നത്, അതൊക്കെ നമ്മൾ കണ്ടിരുന്നത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇയാളെ കുറിച്ചിട്ട് അയാൾ അങ്ങനെയാണ്, അതല്ലെങ്കിൽ അയാൾ മാനസിക രോഗിയുടെ പോലെയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഉണ്ണി എന്താണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയൊക്കെ ആയിട്ട് എന്താണ് നമ്മൾ സന്തോഷ് പണ്ഡിറ്റ് എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ അതിന് മറുപടി കൊടുത്തുകൊണ്ടു. എന്താണ് ഈ വഴിയെ പോണ ആൾക്കാർ എന്നൊക്കെ എന്തിനാ വെറുതെ തന്തയുടെ തന്തക്കൊക്കെ വെറുതെ വിളിയേക്കുന്നത്. അതായത് ഇപ്പോൾ പക്ക തന്തക്കനെ വിളിച്ചേക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ്. കാരണം എന്താ വെച്ചാൽ അത് വിളി അയാൾ അറിയിച്ചത് തന്നെയാണ്. ആ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം അയാൾ ഈ ഉണ്ണി എന്ന് പറയുന്ന ആൾ അറിയിച്ചത് തന്നെയാണ്. അങ്ങനെ ഒരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ, ഞാനിപ്പോൾ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല, വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിവേ, ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മാനസിക നിലയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തേൻ്റെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇടാ സന്തോഷ് പണ്ഡിറ്റൊക്കെ എൻ്റെ പേഷ്യൻ്റ് ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു. ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛൻ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു, ചേട്ടാ എന്റെ മാനസികാരോഗ്യം മോശമാണെന്ന് പറയുന്നു. ഇദ്ദേഹം മകനോട് പറയുന്നു, ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു. ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു, സന്തോഷ് പണ്ഡിറ്റ് മാനസിക നില അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. നിങ്ങളിൽ വല്ല തെളിവ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തുനിന്നോ അച്ഛൻ്റെ അടുത്തുനിന്നോ ഒരു തെളിവുമായി തരണം, ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഞാനൊരു മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം. അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? കുറേ ആളുകൾ എന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എന്ന് ഇയാളെ കുറിച്ച് പറയുമായിരിക്കും. കുറെ പേര് ഇപ്പം എന്തൊക്കെ ഇയാളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ളത്, ആ നാറി ചത്തത് നന്നായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഉണ്ടാവാം. പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ ജീവനക്കാരൻ എന്റെ മാനസിക നിലയെ കുറിച്ച് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ആരാന്റെ മാനസിക നില പരിശോധിക്കുമ്പോൾ സ്വന്തം മാനസിക നില റെഡിയാണോ? എന്റെ അവിടെ നിൽക്കട്ടെ. കാരണം ഇദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടാണെങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രൊഫഷൻ പരമായിട്ടും ഇന്നേ വരെ ഇദ്ദേഹത്തെ ഒരു ആളും ഒഴിവാക്കിയിട്ടില്ലേ? എന്റെ ഒരു സംശയമാണ്. അതായത് ഇപ്പം മുമ്പ് കലാകൗമുദിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, മുമ്പ് മാതൃഭൂമിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, മുമ്പ് ഏഷ്യാനെറ്റിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നെല്ലാം ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അത് ഇദ്ദേഹത്തിന്റെ മാനസിക നില മോശമായതുകൊണ്ടാണോ? എനിക്കറിയില്ല, അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാളെ പിടിച്ച് പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യം ഒരാൾക്കും വരുന്നില്ല. അപ്പൊ എവിടെയാണ് കുഴപ്പം? ഇയാൾക്കാണോ കുഴപ്പം, അവർക്കാണോ കുഴപ്പം? അതും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇദ്ദേഹം മുൻകാലങ്ങളിൽ വർക്ക് ചെയ്ത ഓരോ സ്ഥലത്തുനിന്നും ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് ജോലി ഒഴിവാക്കിയെന്നതിന് കൃത്യമായ കാരണം എനിക്കറിയാം. അപ്പം എൻ്റെ ഉണ്ണി അപ്പോൾ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായില്ലേ? എന്നാൽ ഒരു മൂലക്ക പോയി ഇരിക്ക്. അല്ല, മൂലക്ക പോയി ഇരിക്കുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ സന്തോഷ് പണ്ഡിറ്റ് ചോദിച്ചിരിക്കണു. അതായത് ഈ സന്തോഷ് പണ്ഡിറ്റിനെ ചികിത്സിക്കാൻ വന്നപ്പോൾ, അതായത് അച്ഛൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്, അത് അച്ഛൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഈ സന്തോഷ് പണ്ഡിറ്റിന് രോഗം ഉണ്ടായിരുന്നത് എന്നുള്ളത് സന്തോഷ് പണ്ഡിറ്റ് ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. കാരണം ആരടുത്ത് വന്നപ്പോൾ ചികിത്സിച്ചപ്പോഴാണ് ഈ സന്തോഷ് പണ്ഡിറ്റിന് രോഗം ഉണ്ട് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നു സന്തോഷ് പണ്ഡിറ്റ്. അപ്പോൾ അച്ഛനാണോ അതല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണോ ഇത് അറിഞ്ഞത് എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഈ ഒരു റിപ്പോർട്ട് ചാനലിൽ അല്ലാതെ പല ചാനലുകളിലും നിങ്ങൾ എന്താ വർക്ക് ചെയ്തിരിക്കണു, അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അവിടുന്ന് പുറത്ത് പോകുന്നത്, അല്ലെങ്കിൽ പുറത്താക്കിയതാണോ, അതിനൊക്കെ കുറിച്ചിട്ടും അത് നിങ്ങളുടെ ഒരു മാനസിക രോഗം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാരണം കൊണ്ടൊക്കെ നിങ്ങൾ സ്വയമേ ഒഴിഞ്ഞു പോകുന്നതാണോ, അതോ നിങ്ങളെ പിടിച്ച് പുറത്താക്കിയതാണോ എന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് നല്ല രീതിയിൽ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ. അല്ലാതെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വെറുതെ ഒരു മൂലൊക്കെ പോയി ഇരുന്നാൽ മാത്രം പോരാ. അപ്പോൾ അതിനുള്ള മറുപടി വ്യക്തമായിട്ട് തന്നെ പെട്ടെന്ന് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണ് സന്തോഷ് പണ്ഡിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെയാണ് പറയുന്നത്. അത് പാർട്ട് 2 പോലെ കാര്യം. കാരണം ഇപ്പോൾ എല്ലാ സിനിമയും കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ, ഒരു സെക്കൻഡ് പാർട്ട് പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സന്തോഷ് പണ്ഡിറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് ഈ ഉണ്ണിച്ചേട്ടൻ കുറച്ച് മറുപടി എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് പോലെ എന്താണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ അടുത്ത മറുപടി നിങ്ങൾക്കെതിരായിട്ട് വരും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിറ്റി ആക്കിയിട്ട് വിശദീകരിച്ചിട്ട് എന്താണ് സന്തോഷ് പണ്ഡിറ്റിന് ഒരു മറുപടി കൊടുക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒരു പബ്ലിസിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചാനലിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ചിലക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ചിലക്ക് പണ്ടൊക്കെ കാര്യം ഇങ്ങനെ ചിലക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോഴൊക്കെ ആൾക്കാർ അപ്പോൾക്ക് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു.
കാരണം പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് എല്ലാവരും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ഇരട്ടാണ് ഇരിക്കല്. പക്ഷെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ വേണ്ടാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അപ്പോഴേക്ക് മറുപടി കിട്ടും. അപ്പോൾ എന്താണ്, സൂക്ഷിച്ചും കണ്ടൊക്കെ എന്താ ആൾക്കാർക്കെതിരെയൊക്കെ സംസാരിക്കണം. എന്താണ് നമ്മൾ നോക്കുക, ആൾക്കാർ പറയണതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പറയാൻ നോക്കുക.